കളമശ്ശേരി നിയോജക മണ്ഡലം കേരള ഡെമോക്രാറ്റിക് പാർട്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ആലങ്ങാട് തിരുവാലൂർ മിൽമ ഹാളിൽ ഞായറാഴ്ച രാവിലെ നടന്ന യോഗം KDP സംസ്ഥാന പ്രസിഡന്റ് AM സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജൂഡോ പീറ്റർ മുഖ്യപ്രഭാഷണവും നടത്തി. ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിജി ചോളി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം VK ആസിസ്, മണ്ഡലം KDP പ്രസിഡന്റ് KM മനോജ്, അഗസ്റ്റിൻ നായത്തോടൻ, തൃഷ്ണ തൊടുവിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. KDP എന്ന് പറയുന്നത് കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി UDF-ന്റെ ഘടകകക്ഷിയാണ്. UDF-ന്റെ ഘടകകക്ഷിയാണ്. ഈ പാർട്ടിയുടെ MLA പാല MLA ശ്രീ മാണി C കാപ്പനാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് കരുത്ത് നൽകി UDF-നൊപ്പം നിർത്തി UDF-ന്റെ എല്ലാ ആളുകളെയും നമ്മൾ വിജയിപ്പിച്ചെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ രാഷ്ട്രീയം. 10-12 ഘടകകക്ഷികൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈ UDF എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ MLA-മാരുണ്ട്. നമ്മുടെ MLA KDP-യുടെ MLA ആണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാണി C കാപ്പനാണ്. അപ്പം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ UDF-ന്റെ കൈകൾക്ക് കരുത്ത് പകരേണ്ട ഒരു വേദിയാണ് ഇത്. UDF ആണ് നമ്മുടെ ലക്ഷ്യം. UDF-ന്റെ ഒരു ഭാഗമാണ് അബ്ദുൽ. KDP UDF-ന്റെ ഒരു ഭാഗമാണ്. KDP-യുടെ ആൾക്കാർ കുറവാണ്, ജില്ലയിലും ആളുകൾ കുറവാണ്. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ ജൂഡോയും കൂടി ഓരോ സ്ഥലത്ത് ഓരോ മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4 കമ്മിറ്റി കഴിഞ്ഞു. നാളെ തൃപ്പൂണിത്തുറയുണ്ട്. നാളത്തെ കഴിഞ്ഞ് 26-ാം തീയതി കൊച്ചിയാണ്. 22-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങളും. നമ്മുടെ പുതിയ പാർട്ടി KDP വന്നിട്ട് അധികം നാളായില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ വന്നിട്ട് 2 പേരാണ് KDP പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇവിടെ 14 മണ്ഡലങ്ങളുണ്ട് നമുക്ക് ഈ എറണാകുളം ജില്ലയിൽ. അതിൽ 4 മണ്ഡലങ്ങളിലെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നുണ്ട്. എറണാകുളം ഉൾപ്പെടെ 5 മണ്ഡലം. നമ്മൾ ഇന്ന് നമ്മളുടെ എതിർ സ്ഥാനാർത്ഥി ഇവിടുത്തെ വ്യവസായ മന്ത്രിയായിരുന്നു. 5 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു ഇവിടുത്തെ അസംബ്ലി സീറ്റ്. അദ്ദേഹം ഈ നാട്ടിലിപ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്, ഇവിടെ ഞാൻ ഒപ്പമുണ്ട് എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 5 വർഷക്കാലം അദ്ദേഹം ഒപ്പമുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടില്ല. ഈ വേദിയിലിരിക്കുന്ന ആർക്കും തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കഴിഞ്ഞ 4.25 വർഷമായിട്ട് ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിലോ ഉണ്ടായിട്ടില്ല. ഇവിടെ ഏലൂര് സയൻസ് പാർക്കിന് വേണ്ടി 200 കോടി രൂപ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചു. കഴിഞ്ഞ 5 വർഷമായി ആ പാർക്ക് അന്വേഷിച്ച് ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു പാർക്കുമില്ല. ബഡ്ജറ്റിൽ വകകൊള്ളിക്കുന്നത് ഒരു പ്രത്യേക പരിപാടിയാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് 200 ഏക്കർ സ്ഥലം എടുക്കുന്നു, അതിന് 150 കോടി വകയിരുത്തി എന്ന് പറഞ്ഞ് കുന്നുകരയില് അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അന്വേഷിച്ചു, അതുമില്ല. കുന്നുകര കോട്ടപ്പുറം പാലത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ പണം അനുവദിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 വർഷമായി ആ പാലം അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം കുന്നുകര പഞ്ചായത്തിലുള്ളവർ ആ പഞ്ചായത്ത് മുഴുവനും നടന്നു. അപ്പൊ ഇത്തരത്തിലാണ് ഫ്ലെക്സിൽ ഒതുങ്ങുന്ന വികസനമാണ് P രാജീവ് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ തരുണത്തിലാണ് മൺമറഞ്ഞു പോയ നമ്മളുടെ ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് സാറിനെ കുറിച്ച് ഓർമ്മിക്കേണ്ടതും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂർ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അബ്ദുൽ ഗഫൂറിനെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുവാൻ യോഗം ആഹ്വാനം ചെയ്തു. KDP-യുടെ നിയോജക മണ്ഡലം ഭാരവാഹികളായി ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പ്രവർത്തകരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു.